നോക്കാം. थोड़ा देर वचन के लिए मनन करेंगे. നമ്മള് പല പ്രാവശ്യവും ചിന്തിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ദൈവം ഇസ്രായേലിനോട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പലതും ആദ്യം സഭയിൽ നിവർത്തിച്ചതിന് ശേഷമാണ് കർത്താവ് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിലേക്ക് തിരിഞ്ഞ് അവരെ റെസ്റ്റോർ ചെയ്യുന്നത്. हमने बहुत बार ये विषय को हमने देखा है कि प्रभु कोई भी कार्य इस्राएल के साथ करने से पहले उस सब बात का पूर्णता कलीसिया के साथ, मंडली के साथ प्रभु पूरा करने के बाद फिर प्रभु इस्राएल की ओर मुड़ेगा और उनको बचाएगा. നമുക്ക് 1 യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ 4-ഉം 5-ഉം 6-ഉം വാക്യങ്ങൾ വായിക്കാം. पहला യോഹന്ന 4 का 4, 5, 6 जब हम पढ़ते हैं, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചു വരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായി സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിന്റെ ആത്മാവ് ഏത് എന്നും വഞ്ചനയുടെ ആത്മാവ് ഏത് എന്നും ഇതിനാൽ അറിയാം. पढ़ना 4, 5, 6. हे बालकों, तुम परमेश्वर के हो और तुमने उन पर जय पाई है, क्योंकि जो तुम में है वह उससे जो संसार में है बड़ा है. वे संसार के हैं, इस कारण वे संसार की बातें बोलते हैं और संसार उनकी सुनता है. हम परमेश्वर के हैं, जो परमेश्वर को जानता है वह हमारी सुनता है. जो परमेश्वर को नहीं जानता वह हमारी नहीं सुनता. इसी प्रकार हम सत्य की आत्मा और भ्रम की आत्मा को पहचान लेते हैं. ഇവിടെ നമ്മള് അതിന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത് സത്യത്തിന്റെ ആത്മാവ് ഏതാണ്, വഞ്ചനയുടെ ആത്മാവ് ഏതാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. जैसा हमने वाक्य 6 में पढ़ा, एक सत्य का आत्मा और एक भ्रम की आत्मा, इसके विषय में हम थोड़ा समझने वाले हैं. അപ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. അപ്പം നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് എന്നുള്ളത് നമ്മള് ഇന്ന് നമ്മളിൽ മാത്രം അല്ലെങ്കിൽ സഭയിൽ മാത്രം ദൈവം ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് എങ്ങനെയാണ് ഇസ്രായേൽ ഇനി ദൈവത്തിനുള്ളവരാകുന്നത് എന്ന് നമ്മൾ അറിയുമ്പോൾ നമ്മൾ ദൈവത്തിനുള്ളവരായി തീർന്നതിനെ കുറിച്ചുള്ള ഒരു വ്യക്തത കിട്ടും. तो जैसा हमने 6 में पढ़ा कि तो हम तो परमेश्वर के हैं, तो हम परमेश्वर के हैं, तो परमेश्वर जो भी कार्य करता है अपने कलीसिया के लिए, मंडली के लिए करता है, तो ये किस रीति से प्रभु हमारे लिए कर रहा है करके ये बात का एक रीति को समझने के लिए वचन के अनुसार जब प्रभु ने, परमेश्वर ने इस्राएल के साथ जैसा रीति से कार्य किया और उनके लिए किया, वो बात समझेंगे तो तुरंत प्रभु मंडली के साथ किस रीति से कार्य कर रहा है उसका कनेक्शन हमको मिलेगा. അപ്പം 2 കാര്യമാണ് പ്രധാനമായി. ഒന്ന്, നമ്മൾ ദൈവത്തിനുള്ളവരാണ്. ഇതുപോലെ ഇസ്രായേൽ മക്കളും ദൈവത്തിനുള്ളവരായി തീരും ഒരു ദിവസം. അപ്പോൾ അവരായി തീരുന്നത് പ്രവചനങ്ങളിലൂടെ നേരിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സഫലീകരിക്കപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വരാനുള്ള അനുഗ്രഹം നമ്മളിൽ എത്തിക്കഴിഞ്ഞു. രണ്ടാമത്, സ്പിരിറ്റ് ഓഫ് ഇറർ, അതായത് നമ്മളെ വഞ്ചനയുടെ ആത്മാവും സത്യത്തിന്റെ ആത്മാവും അതിന് ഇസ്രായേലിന് കിട്ടാൻ പോകുന്ന കാര്യമാണ്. എന്നാൽ അത് നമുക്ക് ഇന്ന് ഓൾറെഡി കിട്ടി. അതാണ് നമ്മൾ 1 യോഹന്നാൻ 4-ൽ വായിച്ചത്. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്, അല്ലെങ്കിൽ നമ്മളിലുള്ളവൻ. ഇപ്പൊ ഇന്ന് സഭയിലുള്ള ആത്മാവ് ഇനി ഇസ്രായേലിന് കിട്ടുന്ന കാര്യം എങ്ങനെയാണ്? അപ്പൊ അതാണ് എങ്ങനെയാണ് ഇസ്രായേലിന് ആത്മാവിനെ കിട്ടുന്നത്, അല്ലെങ്കിൽ ഇസ്രായേൽ ദൈവത്തിന്റെ ആകുന്നത്. അത് ദൈവം ചെയ്യാൻ പോകുന്നത് ഇന്ന് സഭയിൽ ചെയ്തിരിക്കുകയാണ്. അതാണ് നമ്മള് ഇസ്രായേലിനോട് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് പ്രവചനങ്ങളിലൂടെ നമ്മൾ നോക്കുന്നത്. तो हम यहाँ पर देखते समय में हम परमेश्वर के हैं, इसलिए परमेश्वर जो भी कार्य करता है वो हमारे विषय में कर रहा है, क्योंकि हम परमेश्वर के हो चुके हैं. ये पहला विषय है जो हम जानते हैं. दूसरा विषय है कि सत्य का आत्मा और भ्रम करने वाला आत्मा. तो आज हमें सत्य का आत्मा मिल चुका है जिसके अंदर प्रभु कार्य करने की वजह से, लेकिन एक दिन ऐसा अवस्था होगा कि इजराइल को ये सत्य का आत्मा मिलने वाला है. तो इजराइल के विषय में जब भी प्रभु कार्य करता था, उनके विषय में जो भी पूर्णता की बातें होगा वो किस विषय के आधार पर है कि जो जो भविष्यवाणियां उनके विषय में लिखा गया था, वो भविष्यवाणियां किस रीति से वचन के अनुसार बातें लिखा गया है वो एक दिन पूरा होने वाला है. परंतु वो आज जब मंडली के जीवन में आत्मिक रीति से किस रीति से हमारे जीवन में पूरा हो रहा है करके जब हम देखेंगे, तो सचमुच एक दिन इस्राएल के साथ भी पूरा हो रहा है करके हम देखेंगे. ഓക്കെ, നമുക്ക് യെശയ്യാവിന്റെ പുസ്തകം യെഹെസ്കേൽ പ്രവചനം एजेकियल का पुस्तक 39-ന്റെ 29-ാം വാക്യം വായിക്കുമ്പോൾ 39 का 29 में हम पढ़ते हैं,
എങ്ങനെയാണ് ഇസ്രായേൽ ഇനിയും ദൈവത്തിന്റെ ജനമായി തീരുന്നത് അവിടെ ഉണ്ട്. अब किस रीति से अभी इजरायली लोग परमेश्वर के लोग हो जाएंगे करके हम देखेंगे 39 का पढ़े നമ്മൾ 28ഉം 29ഉം വാക്യം വായിക്കുമ്പോൾ 28-29 ഞാൻ അവരെ ജാതിയുടെ ഇടയിൽ ബദ്ധരായി കൊണ്ടുപോവുകയും അവരിൽ ആരെയും അവിടെ വിടാതെ അവരുടെ ദേശത്തേക്ക് കൂട്ടുവരുത്തുകയും ചെയ്തതിനാൽ ഞാൻ അവരുടെ ദൈവമായ യഹോവ. ഒന്നാമത് ദൈവം ഒരു കളക്റ്റീവായിട്ട് ഇസ്രായേലിനെ ശേഖരിക്കുന്നത് ദൈവത്തിന്റെ ജനമാകാൻ വേണ്ടിയാണ്, ദൈവത്തിനുള്ളവരാകാൻ വേണ്ടിയാണ്. तो यहाँ पर एक बात हम देखते हैं कि जिस देश से वो लोग अलग जगह पे तितर बितर हो गए, उस देश से प्रभु उन सब लोगों को इकट्ठा कर कर एक करूंगा. तो यानी कि यहाँ पर परमेश्वर इकट्ठा किया हुआ इजराइल का वो परमेश्वर बन जाएगा. എന്ന് പറഞ്ഞാൽ അവര് വിവിധ സ്ഥലങ്ങളിൽ അങ്ങ് ചിതറിക്കിടക്കുന്ന യഹൂദന്മാരെ, मतलब जो यहूदी लोग जो अलग अलग जगहों पे तितर बितर हो चुके हैं, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഒരു ശരീരത്തിന്റെ അവയവമാണ്, പക്ഷെങ്കിൽ അവര് ചിതറപ്പെട്ടു. ആരാണ് ദൈവത്തിന്റെ ജനമെന്ന് അറിയാതെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ചിതറപ്പെട്ട ദൈവത്തിന്റെ ജനത്തെ ദൈവത്തിന്റെ ആത്മാവ് ഒന്നാക്കി ഇസ്രായേൽ ദേശത്ത് കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ അവരെ ഒന്നാക്കുക, ഒരു ബോഡി ആക്കുക. ഈ ബോഡി ആക്കുക എന്ന് പറയുന്നത് പലരായ ആ യഹൂദന്മാർ പല സ്ഥലങ്ങളിലുള്ളത് ഒരു ദേശത്ത് കൂടി വരുമ്പോൾ ദൈവത്തിന്റെ ജനമായി അവരെ ആയിത്തീരുകയാണ്, അവരെ ഏക ശരീരമായി തീരുകയാണ്. तो यहाँ पर इजराइल का अवस्था देखो, ये इजराइल का अवस्था जिस रीति से वो लोग जो अलग अलग जगहों पर फैले हुए हैं, तितर बितर हो गए हैं, जैसा एक देह बनकर एक रीति से जोड़ा जाता है, एक बन जाता है एक देह होने के लिए, उसी रीति से इजरायली लोग जो अलग अलग जगहों पे अलग अलग रीति से दुनिया भर के चारों कोने में तितर बितर हो गए हैं, ऐसे लोगों को परमेश्वर एक दिन नियुक्त करेगा कि सारे इजराइल को जो अलग अलग जगहों से एक जगह एकत्र होगा. और उस एक जगह एकत्र होते समय में, एक देश में जब एकत्र होते समय में वो लोग इस रीति से एकत्र होगा मानो कि वो लोग एक देह बन चुका है. അപ്പം ഇത് സഭയിൽ കർത്താവ് നിവർത്തിച്ചിരിക്കുകയാണ്. യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ലാതെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലായിരിക്കുന്ന വിശുദ്ധന്മാരെ ഏകാത്മ. അതാണ് നമ്മള് 1 കൊരിന്ത്യർ അതിന്റെ 12-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഏകാത്മാവിനാൽ ഏക ശരീരമായി തീർക്കുന്ന ക്രിസ്തുവിന്റെ ശരീരത്തോട് ചേർക്കപ്പെടുന്ന ഒരു വലിയ അനുഗ്രഹം. നമ്മൾ ഒന്നാണ്, ഒരു ശരീരത്തിന്റെ ഭാഗമാണ്, ദൈവത്തിന്റെ ജനമാണ്, ദൈവത്തിനുള്ളവരായി തീർന്നു, അങ്ങനെ ദൈവത്തിന്റെ വകയായി തീർന്നു. അതാണ് നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവർ. ഇതുപോലെ യഹൂദനും ഒരു ദിവസം ദൈവത്തിനുള്ളവരാകുമ്പോൾ ദേശത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവരുടെ മനോഹര ദേശത്ത് കൊണ്ടുവന്ന് ദൈവം അവർക്ക് ആത്മാവിനെ പകർന്നു. അതാണ് നമ്മൾ ഇനി എസ്കേൽ പ്രവചനത്തിൽ 39-ന്റെ 29-ാം വാക്യം വായിക്കുന്നത്. ഞാൻ അവരെ കൂട്ടിവരുത്തിയിട്ട് എന്റെ ആത്മാവിനെ അവരുടെ മേൽ പകരും. അതാണ് ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ ഇപ്പോൾ നിങ്ങളിലുണ്ട്. तो जैसा इजराइल को प्रभु एक दिन आगे चलकर भविष्य में अगर अलग अलग तितर बितर हुए लोगों को एक कर एक देह बनाएगा, ये बात को पहले से ही प्रभु ने मंडली में कर चुका है. हम लोग इस विषय में 1 कोरिन्थियर 12 अध्याय में उसका 12-13 वाक्य पढ़ते समय में कि हम सब लोग एक ही देह बन चुके हैं, एक ही, और हम जो अलग अलग अंग थे मसीह के देह में, मसीह जो हमारा सिर है, हम एक देह बन चुके हैं, एक आत्मा के द्वारा हमारा बपतिस्मा हुआ है. और यहाँ पर कोई भी यहूदी या अन्य जाति इस रीति का कोई भी फर्क नहीं, बल्कि हम सब मसीह में एक है, एक देह हो चुका है करके. परंतु ये जो अनुभव जो आज हमको मंडली को पहले से ही मिल चुका है, ये एक दिन वास्तव में इजराइल को होने वाला है. उस विषय में था जो भविष्यवाणी एजेकिएल का पुस्तक में हम पढ़ते समय में, जो 39 का 28-29 में पढ़ते समय में, परमेश्वर जो क्या करेगा, इजराइल जो अलग अलग जगहों पर तितर बितर हो गए हैं, जाति जाति के बीच में जो बंधे हुए थे, उन सब लोगों को प्रभु इकट्ठा कर उनको एक करेगा. അപ്പോൾ അതാണ് അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എല്ലാ യഹൂദന്മാരിലും ദൈവം ആത്മാവിനെ പകർന്ന് ഒരു രാഷ്ട്രമായിട്ട്, ഒരു ശരീരത്തിന്റെ ഭാഗം പോലെ ദൈവത്തിന് സ്വന്തം ജനമായി ദൈവത്തിന്റെ വകയായി തീർന്നത് പോലെയാണ് ഇന്ന് ദൈവം അവർക്ക് ചെയ്യാൻ പോകുന്നത്. പലരായ നമ്മെ ക്രിസ്തുവിൽ ഒന്നാക്കിക്കൊണ്ട് ആത്മാവിനാൽ ആത്മസ്ഥാനത്താൽ ദൈവത്തിന്റെ ജനമാക്കിയിട്ട് നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുകയാണ്. तो उस दिन क्या करेगा, ये यहूदी लोग जो अलग अलग थे उन सब लोगों के अंदर, सभी लोगों के शरीर में प्रभु आत्मा उंडेलेंगे और उस आत्मा उंडेलने के द्वारा वो लोग सब एक हो जाएंगे. ये जो होने वाला है, परंतु इसका अनुभव हम देखते हैं कि हम जो अलग अलग थे, एक आत्मा के बपतिस्मा के द्वारा हम सब एक देह बना दिए गए हैं. प्रभु ने हमारे साथ ये काम पहले से ही किया है. ഇനിയും അവിടെ ഇസ്രായേലിന് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം നമ്മൾ നോക്കുമ്പോൾ आगे हम देखते हैं इसराइल के ऊपर जो दूसरा काम करने वाला है. ഇസ്രായേൽ ജനത്തെ ദൈവം ഒരു കാലത്ത്, അല്ലെങ്കിൽ നമ്മള് യെശയ്യാവിന്റെ പുസ്തകത്തിലൊക്കെ വായിക്കുമ്പോൾ
ദൈവം അവർക്ക് ഒരു മറ അവരുടെ മുഖത്തിട്ടിരിക്കുകയാണ്. കാരണം അവർ വേദപുസ്തകം വായിച്ചാൽ മനസ്സിലാകാതെ വേണം അവരെ മുദ്രയിട്ടിരിക്കുന്നു. നമുക്കത് വായിക്കാം. അതായത് യെശയ്യാവിന്റെ പുസ്തകം 29 അധ്യായം. हम लोग इज़राइल के विषय में हम पढ़ते समय में यशायाह का पुस्तक 29 जब पढ़ते समय में इज़राइली लोगों को वचन पढ़ते समय में उस वचन को ना समझने के लिए एक पर्दा उनके सामने रखा गया है करके हम पढ़ते हैं. അതിന്റെ 29ന്റെ 9ാം വാക്യം വായിക്കുമ്പോൾ उसका 29 का जब 9 हम जब पढ़ते हैं यशायाह 9-10 10 9-10 पढ़े. ठहर जाओ और चकित हो, वे मतवाले तो है परंतु दाखमधु से नहीं, वे डगमगाते तो है परंतु मदिरा पीने से नहीं। यहोवा ने तुमको भारी नींद में डाल दिया है और उसने तुम्हारी नबी रूपी आंखों को बंद कर दिया है और तुम्हारे दर्शी रूपी सिरों पर पर्दा डाला है. നോക്കുക, ഇസ്രായേൽ ജനത്തെ ഒരു പർദ്ദയിട്ട് അല്ലെങ്കിൽ അവർക്ക് വചനം വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ അല്ല ഇപ്പോൾ അവര് അക്ഷരപ്രകാരം വചനം അറിയുന്നത് കൊണ്ട് അവർ അക്ഷരം അവരെ കൊല്ലുന്നു. അവർക്ക് മോശയുടെ പുസ്തകം വായിക്കുമ്പോഴെല്ലാം ഒരു മരണം സംഭവിക്കുന്നു. എന്നാൽ ഇനിയും അവർക്ക് ഈ അവസ്ഥ മാറിപ്പോകുന്നത് കർത്താവ് സഭയെ അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞ് ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തുമ്പോൾ ഇവരുടെ മുഖത്തു നിന്നും അത് നീക്കും. അവർ കുത്തിയവെങ്കിലേക്ക് നോക്കിക്കൊണ്ട് കർത്താവിലേക്ക് തിരിയുമ്പോൾ, അപ്പോൾ അവർ കർത്താവിലേക്ക് തിരിയുമ്പോൾ ഉണ്ടാകുന്ന ആത്മീയ ആനന്ദം ആണ് നമ്മൾ അതിന്റെ 29ന്റെ അതിന്റെ 18ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ. तो इसके लिए यहाँ पे प्रभु ने उनको ये एक पर्दा डाल के रखा है ताकि पवित्र शास्त्र पढ़ते समय में उन लोगों को समझ में ना आए. और जिसके वजह से क्या हो गया, ये लोग अभी वचन को शारीरिक रीति से उन लोग वचन को पढ़कर, क्योंकि उन लोग को ज्ञान पहले से ही है, उस वचन को शारीरिक रीति से पढ़कर अपना शारीरिक समझ को इस्तेमाल कर उस रीति से वो लोग कार्य कर रहे हैं. और हम देखते हैं कि अक्षर जो शारीरिक रीति है वो मृत्यु लाता है, परंतु इज़राइल को अभी इसी रीति का अवस्था में चल रहा है. परंतु एक दिन जब प्रभु मंडली को कलीसिया को स्थापना करने के बाद, उसके बाद जब प्रभु इज़राइल की ओर मुड़ेगा, इज़राइल के जब सभी लोग वो लोग जब चुबाया हुआ यीशु मसीह की ओर देखकर जब वो लोग एक दिन में उद्धार पाकर पूरा राष्ट्र बन जाएंगे, उस दिन उन लोग के अंदर से वो पर्दा हट जाएगा. हम 18ാം വാക്യം 18 वाक्य में जब हम पढ़ते समय में यशायाह वही 29 का 18 में हम देखते हैं, उस समय बहरे पुस्तक की बातें सुनने लगेंगे और अंधे जिन्हें अब कुछ नहीं सूझता वे देखने लगेंगे. അപ്പോൾ ഈ പർദ്ദ അവർ കാരണം ഇന്ന് അവർക്ക് ഒരു പർദ്ദ ഇട്ടിരിക്കുകയാണ്. കുരുടന്മാരാണ്, അവർക്ക് വചനം വായിച്ചാൽ മനസ്സിലാകുന്നില്ല, മശിയെ എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല, അവരൊരു രാക്ഷമായിട്ട് അവര് തീർന്നിട്ടില്ല, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പീഡിക്കപ്പെട്ട ജനമാണ്, അവർക്കിന്ന് കണ്ണുനീരും നിലവിളിയുമാണ്, കഷ്ടതയാണ് അവർക്കുള്ളത്. എന്നാൽ ഇവിടെ നോക്കുക, ഒരു ദിവസം അന്നാളിൽ ചെകിടന്മാർ പുസ്തകത്തിലെ വചനങ്ങളെ. അപ്പോൾ ഇന്ന് വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്കും ഒരു തിമിരം ഇന്ന് കിടക്കുന്നുവെങ്കിൽ നമ്മൾ ഇന്നും ദൈവത്തിന്റെ വകയായിട്ടില്ല. ദൈവം യഥാസ്ഥാനപ്പെടുത്തുമ്പോൾ നമ്മളെ അവന് സ്വന്തമാക്കുമ്പോൾ അവന്റെ ആത്മാവിനെ പകർന്ന് ഏക ശരീരത്തിലാക്കിക്കൊണ്ട് നമ്മുടെ കുരുടത മാറ്റി, നമ്മുടെ അന്ധത മാറ്റി, ക്രിസ്തു ആരാണെന്നുള്ള ഗ്രാഹ്യം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം തന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് ദൈവം ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് ആത്മാവിനെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടേതായിരിക്കുന്ന സന്തോഷം, നമ്മുടേതായിരിക്കുന്ന ആനന്ദം ക്രിസ്തുവിലാകത്തക്കവണ്ണം നമ്മുടെ കണ്ണുകളെ തുറന്ന് പരിജ്ഞാനം തന്ന് നമ്മളെ സഹായിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് അത് ഇസ്രായേലിനോടുള്ള ബന്ധത്തെ ഇല്ല. तो इसके लिए आज हम देखते समय में इज़राइल का विषय में, वचन को ग्रहण करने का विषय में उनके अंदर एक अंधता आ चुका है, क्योंकि उन लोग के सामने एक पर्दा है. उस पर्दा रहने की वजह से उन लोगों को वचन का सही रीति का अर्थ उनको समझ में नहीं आएगा. लेकिन एक ऐसा दिन उनके लिए नियुक्त किया गया है जहां पर अंधे देखेंगे और उनके आंखों का जो विषय का जो अंधापन है, धुंधलापन है, प्रभु हटाएगा और वो लोग वचन को सही रीति से देख पाएंगे, समझ पाएंगे. तो वो एक दिन आने वाला है. वो एक दिन कब होगा? जब 1000 वर्ष के युग में जब प्रभु उनको अवस्था में छुटकारा देकर लेकर आएगा. उस समय में सारा इजरायली लोगों को वचन का सही अर्थ समझकर ग्रहण करने को हो पाएगा. परंतु आज एक पर्दे की वजह से वो लोग वचन को ग्रहण नहीं कर पा रहे. तो प्रियो, ये जब आप मंडली के विषय में देखते समय में, कलीसिया के विषय में देखते समय में, आज विश्वासी लोगों को अगर किसी को वचन एक पर्दे की रीति में है, उन लोगों को समझ में नहीं आ रहा है, उसका कारण क्या है? क्योंकि वो लोग मसीह के साथ अभी रिश्ते में आया नहीं है. इसके लिए, क्योंकि जो कोई मसीह में है उनके अंदर से वो पर्दा हट चुका है. आज नया जन्म पाया हुआ हर एक विश्वासी के अंदर वो प्रभु ने आत्मा इसीलिए हमें दिया गया है ताकि वचन का सही आत्मिक अर्थ को ग्रहण करके हम समझ सकते हैं. ഇവിടെ നമ്മൾ നോക്കുക, ഇസ്രായേലിന് ദൈവം ചെയ്യാൻ പോകുന്ന കാര്യമാണ് നമ്മള് യെഹെസ്കേൽ പ്രവചനം 36 അധ്യായത്തിൽ വായിക്കുന്നത്. 36-27 മുതൽ വായിക്കുന്നത്, ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി. അപ്പോൾ
ഇത് ഇസ്രായേലിനോട് ചെയ്യാൻ പോകുന്ന കാര്യം. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ആത്മാവിലാക്കി അവിടെ ആദ്യം നമ്മളെ വീണ്ടും ജനിപ്പിക്കുകയാണ്. നമ്മുടെ 26-ാം വാക്യത്തിൽ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. അപ്പോൾ ഇത് ഇസ്രായേലിനോട് ചെയ്യാൻ പോകുന്ന കാര്യമാണ്. എന്നാൽ ഇത് സഭയിൽ കർത്താവ് ചെയ്തു കഴിഞ്ഞു. तो इसके लिए इजराइल के विषय में प्रभु देखो 1000 वर्ष के युग में क्या होने वाला है। एजेकिएल का पुस्तक उसका 36वां अध्याय उसका 27वां वाक्य में प्रभु वहां पर कहता है कि और मैं अपना आत्मा उनके भीतर देकर उन्हें ऐसा करूंगा कि वो सारे विधियों पर चलाएंगे। तो ये अभी भविष्य में होने वाली बातें हैं, जिसकी वजह से प्रभु उनको शुद्ध करेगा, उनको जल से धोकर शुद्ध कर उनके अंदर से अशुद्धता हटाकर एक नया आत्मा देगा। ये सब भविष्य में होने वाली बातें हैं जो इसराइल के जीवन में है। परंतु कलीसिया के विषय में देखा जाए तो 26वां वाक्य में हमको पहले से ही एक नया हृदय और एक नया आत्मा मिल चुका है, जो नया जन्म के द्वारा हमको हमारे जीवन में हो चुका है ये बातें। അപ്പോൾ അവർക്ക് ദൈവം ചെയ്യുന്നത് അക്ഷരീയമായ കാണത്തക്കവണ്ണമുള്ള ഒരു അക്ഷരീയ ഇസ്രായേലിലാണ് അവിടെ കൂട്ടിവരുന്നതെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വർഗസ്ഥലങ്ങളിലാണ് കൂട്ടിവരുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എന്തിനാ ദൈവം ആദ്യം ചെയ്യുന്നത്? താൻ ചെയ്ത ഇസ്രായേലിന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെയെല്ലാം ആരിൽ ചെയ്യുന്നു അവരെ ഭൂമിയിൽ നിന്ന് മാറ്റിയിട്ട് അവരെ സ്വർഗസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട്, ഇവിടെ നോക്കുക, ദൈവം ഇത് ചെയ്യുന്നത് എവിടെ വെച്ചാണ്? സ്വർഗത്തിലല്ല, ഭൂമിയിലാണ്. 36-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 36-ാം അധ്യായത്തിൽ അതിന്റെ 30 वाक्यങ്ങൾ इजराइल के विषय में जब हम देखते समय में ये इजराइल के जीवन में कब करने वाला है? जब सभी इजराइल को यहाँ पर भूमि के शारीरिक रीति से इजराइल का भूमि पर जो पृथ्वी पर है उन सब लोगों को एकत्र करने के बाद करने वाली बातें हैं। परंतु ये कब होने वाला है? हमें जब यहां से उठा लिया जाकर स्वर्गीय स्थानों में लेकर जाने के बाद, यानी कि हमारा विषय का जो भी हमारे साथ जो भी कार्य किया वो आत्मिक दृष्टि से आत्मिक रीति से करने के बाद हमें आत्मिक दुनिया में स्वर्गीय स्थानों में लेकर जा रहे हैं। लेकर जाने के बाद क्या होगा? फिर इजराइल को शारीरिक रीति से, मतलब उस समय में वो लोग अपने शारीरिक आंखों से देखेंगे कि ऐसा ऐसा अनुभव उनको हो रहा है करके, ये सब देखने वाली बातें होगा जो इजराइल के साथ होने वाला है। परंतु कलीसिया के साथ, मंडली के साथ तो आत्मिक रीति से किया गया है। അപ്പൊ 36-ന്റെ 28-ാം വാക്യത്തിൽ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും, നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും. നോക്കുക, ദൈവത്തിന് ജനമായി തീരുന്നത് എപ്പോഴാണ്? ആത്മാവിൽ കൂടി വരുമ്പോഴാണ്. ഇസ്രായേൽ ആത്മാവിനെ പകരും, അവർ ദേശത്തിലായി തീരും. അപ്പോൾ ദൈവത്തിന് ഇതുപോലെയാണ്. നമ്മൾക്കത് നേരത്തെ വിവിധ ജാതികളിലായിരുന്ന, വിവിധ മാതാപിതാക്കളിലായിരുന്ന, യഹൂദന്മാരായിരുന്ന, ജാതികളായിരുന്ന, ബാർബർമാരായിരുന്ന, ഒന്നുമില്ലാതെ നമ്മളെ ചിതറിക്കടന്ന് നമ്മളെ ക്രിസ്തുവിൽ ഏക ശരീരസ്ഥരാകാൻ വേണ്ടി, അതാണ് പൗലോസ് പറയുന്നത്, എനിക്ക് അത്യുന്നതമായ ദൈവഹൃദയത്തിൽ മറഞ്ഞിരുന്ന കാര്യം ജാതികൾ ക്രിസ്തുവേശുവിൽ ഏക ശരീരസ്ഥരും ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ പങ്കാളികളും ആയിത്തീരണം എന്നുള്ള ദൈവത്തിന്റെ മർമ്മം. അപ്പോൾ ഇത് സഭയിൽ ദൈവം അത് ചെയ്തു കഴിഞ്ഞതുകൊണ്ട് നമുക്കിന്ന് വളരെയധികം ഈ ഇസ്രായേലിനോട് ചെയ്യാൻ പോകുന്നത് പോലെ തന്നെയാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. അത് അവർക്ക് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നു. ഇതുപോലെ തന്നെ നമ്മളും ക്രൂശിലേക്ക് നോക്കിയാണ് നമ്മൾ ഏകസ്ഥരായ, നമ്മൾക്ക് സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ഒന്നായി തീരുന്നത് ക്രൂശിലൂടെയാണ്. യൂണിയൻ, അവന്റെ മരണത്തോട് ഏകീഭവിച്ചവരായ നാം എല്ലാവരും. അപ്പൊ ഇത് തന്നെയാണ് ഇസ്രായേലിനുള്ള ബന്ധത്തിലും ദൈവം ചെയ്യാൻ പോകുന്നത്. പക്ഷെങ്കിൽ അവരെ ഭൂമിയിലാണ് ദൈവം കൂട്ടിവരുത്തുന്നത്. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഇനിയും ജാതികളുടെ ഇടയിൽ ക്ഷാമം എന്ന നിന്ന് അനുഭവിക്കേണ്ടതിന് നിങ്ങളേക്ക് വിടുക, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഞാൻ ആഹാരം തരും. उसके लिए प्रभु वहां पर 36 का 28 पर जब पढ़ते समय में प्रभु उस वचन देखो क्या कह रहे हैं, इजराइल को कहां पर होने वाला है? तुमको मैं उस देश में मैं बसाऊंगा जहां पर मैं तुम्हारे पिताओं को वो दिया था। यानी कि ये कौन सा बात है? इजराइल को जो शारीरिक रीति से दुनिया में जो पृथ्वी पर जो भूमि की बातें था उस विषय में था, और उन लोगों को बोला जा रहा है वहां पर है प्रभु उनका आंखें खोला जाएगा, सब बातों का आशीष दिया जा रहा है। परंतु ये सब देने से पहले मंडली को, कलीसिया को पहले से ही आत्मिक रीति से बातें देकर उनको स्वर्गीय स्थान का अनुभव में लेकर जाने के बाद ही प्रभु इस्राएल की ओर मुड़ने वाला है। तो जो इजराइल के साथ सचमुच होने वाला, शारीरिक रीति से होने वाला है, उसको पहले से ही प्रभु ने मंडली को करवाकर, मंडली के जीवन में वो कराकर वो अनुभव होने वाला है। इसलिए हम जो इस्राएल जो तितर बितर थे उनको एक देश में जैसा उनको लेकर आएगा, हम देखते हैं कि हम जो अलग अलग जात के थे, अलग अलग भाषाएं के थे, अलग अलग गोत्र के थे, हम लोग जंगली लोग थे, हम लोग के अंदर आत्मा नहीं था, ये सब अवस्था से हटाकर प्रभु ने हमको एक आत्मा में लेकर आया। इजरायली लोगों को कब कैसा ये रीति से समझ में आ रहा है? जब हम पढ़ते हैं कि जब वो चुबाया हुआ यीशु मसीह को देखेंगे, मतलब क्रूस में चढ़ाया हुआ यीशु मसीह को देखेंगे, तब वो लोग इजराइल को उद्धार
मिलेगा। उसी रीति से मंडली को भी हम देखते हैं ना, मंडली के लोग, कलीसिया के लोग नया जन्म का रीति किस अनुभव में पहुंचा, क्योंकि उन लोग ने क्रूस में चढ़ाया हुआ यीशु मसीह को देखा, इसीलिए उनको सभी प्रकार का आत्मिक आशीषों का लाभ मिला है। तो जो सचमुच प्रभु शारीरिक रीति से इसराइल के साथ कर रहा है, उसका पूर्ण रीति का आत्मिक अनुभव जो है प्रभु मंडली के साथ, कलीसिया के साथ कर रहा है, जिसका आशीष पहला मंडली को मिल रहा है, उसके बाद शारीरिक रीति से इस्राएल को होने वाला है। അപ്പം ദേശത്ത് ഇഷ്ടം പോലെ ഫലമുളവാകുമ്പോൾ, വിശപ്പില്ല, ദാരിദ്ര്യമില്ല, സമൃദ്ധി ഉണ്ടാകുമ്പോൾ അവിടെ അവർ ചെയ്യുന്ന 31-ാം വാക്യത്തിൽ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദുർമാർഗങ്ങളെയും നടപ്പല്ലാത്ത ദുർപ്രവൃത്തികളെയും ഓർത്ത് നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം, മ്ലേച്ഛത നിമിത്തം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പുണ്ടാകും. ഇതാണ് നമ്മള് നമ്മള് റോമാലേഖനത്തിൽ വായിക്കുന്നത്. പണ്ട് നിങ്ങൾ എങ്ങനെ നടന്നിരുന്നു, ഇന്ന് നിങ്ങൾ വിശുദ്ധീകരണത്തിനായി ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചപ്പോൾ നിങ്ങളുടെ പഴയ നടപ്പ് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ എന്ന് നമ്മൾ റോമാലേഖനം 6-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. तो इसके लिए प्रभु जब उस समय में जब इजरायली लोगों को आशीष देने के बाद उसका अवस्था क्या होगा, उस आशीष में सबसे बड़ा आशीष यह रहेगा जो एजेकियल 36 और 29 में, कि मैं तुम्हारे बीच में से अकाल निकाल दूंगा। यानी कि उनके जीवन में अकाल का अनुभव नहीं होगा। उस 1000 वर्ष के जीवन में उन लोग के जीवन में इतना समृद्धि रहेगा, इतना तृप्तता रहेगा, इतना भोजन रहेगा कि अकाल क्या है तुम लोग कभी भी समझ में उन लोग को जीवन में नहीं होगा, जिसकी वजह से उन लोग एकदम तृप्त होकर खुशी और मंगल में जीते समय में, आनंद से जीते समय में 31वां अध्याय उनको याद आएगा। उसमें उन लोग को याद आएगा कि वो लोग स्मरण करेंगे कि एक समय में जिस रीति से अशुद्धता से और परमेश्वर के खिलाफ वो लोग जिए थे, वो सब बातों को वो लोग याद कर वो लोग अपने आप को घृणा करने लगेंगे। ये सब अनुभव 1000 वर्ष में होने वाला है। यही बात हम लोग कलीसिया के विषय में रोमियो का पुस्तक 6वां अध्याय में हम पढ़ते हैं हमारे विषय में, तुम लोग किस तरह एक समय में अशुद्धता और दुष्ट आत्माओं के नियंत्रण में मूर्तियों का पूजा करके तुम लोग चलते थे, और अगर वो बात सोचोगे तो तुमको लज्जा आता है। तो ये पौलुस ने कलीसिया को इस विषय में बोला था, जो आज कलीसिया पवित्रता के जीवन में चाल चलन चलते समय में पुराने दिनों को याद करके लज्जित होते हैं, परंतु आज हम मसीह में हैं। उसी रीति से इजरायली लोगों को उन लोग प्रभु जब उनको पूर्ण रीति से छुटकारा देकर 1000 साल में प्रवेश कराएगा, वो लोग अपने आप को घृणा करने लगेंगे। ഇനി നമ്മള് യേശുക്രിസ്തുവിന്റെ 36-ന്റെ 32-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ നിമിത്തമല്ല ഞാനിത് ചെയ്യുന്നത്. ഇതാണ് സഭയോട് കർത്താവ് പറയുന്നത്. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തത് കൊണ്ടല്ല, ഞാനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. അപ്പൊ ഇതിനെ ഇനിഷ്യേറ്റ് ചെയ്തത് ഞാനാണ്. ഇത് ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തുന്നത് ഞാനാണ്. ഇസ്രായേലിനെ ഒന്നും ചേർക്കുന്നത് ഞാനാണ്. ഇസ്രായേലിന്മേൽ ആത്മാവിനെ പകർന്നത് ഞാനാണ്. അവർക്ക് ഉള്ള ക്ഷാമം മാറ്റി, നിന്ന മാറ്റുന്നത് ഇതുപോലെ തന്നെയാണ്. നമ്മുടെ നിന്ന മാറ്റി, നമ്മുടേതായിരിക്കുന്ന ദൗർബല്യങ്ങൾ മാറ്റി നമ്മളെ ക്രിസ്തുവിൽ പെർഫെക്റ്റ് ആക്കാൻ ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം തന്ന് നമ്മളിലേക്ക് ഇന്ന് ദൈവം സ്വർഗീയ ഓഹരിക്കാരായി. പക്ഷെങ്കിൽ നമ്മളെ ഇവിടെ ഭൂമിയിലല്ല കൂട്ടുന്നത്, നമ്മളെ കൂട്ടുന്നത് സ്വർഗസ്ഥലങ്ങളിലാണ്, പിതാവിന്റെ അടുക്കലാണ്. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ യഹൂദന് ദൈവം ചെയ്യുമ്പോൾ അത് നമുക്ക് വേണ്ടി ഇന്ന് അഡ്വാൻസ് ചെയ്യുന്നത് നമ്മളെ വളരെയധികം വിശേഷതയേറിയവരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. उसका 32वां वाक्य पढ़ेंगे। परमेश्वर यहोवा की वाणी है, तुम जान लो कि मैं इसको तुम्हारे निमित्त नहीं करता। हाँ, तो प्रभु यहाँ पर देखो, ये इजराइल को करते समय में तुम्हारा निमित्त नहीं करता बोलते समय में हमें समझना है कि इजराइल ने कुछ कार्य किया उसके वजह से नहीं, बल्कि यहोवा परमेश्वर को मन हुआ ये करने के लिए है। यही विषय में मंडली के विषय में भी हम देखते हैं कि मंडली के विश्वासी लोग, नया जन्म पाए हुए लोग, उनका स्वयं का कार्य की वजह से या उन लोग अच्छे थे उसके निमित्त नहीं, हमारा कोई स्वयं कार्य के निमित्त नहीं, बल्कि परमेश्वर ने हमारे ऊपर दया दिखाया, अनुग्रह दिखाया, जिसके वजह से। तो ये परमेश्वर क्यों करना चाहता है, वो अपना अनुग्रह और अपना दया और अपना करुणा को अद्भुत रीति से हमें बताने के लिए है, ये सब कार्य हमारे जीवन में कर रहा है। तो ये सब खुशी, ये जो अनुभव कलीसिया भूमि पर नहीं करने वाला है, बल्कि वो लोग स्वर्गीय स्थानों पर जाकर स्वर्गीय जगह पर करने वाला है। इजराइल है जो भूमि में वास्तव में करने वाला है, क्योंकि परमेश्वर का बड़ा दया और अनुग्रह और धर्मी परमेश्वर है। ये बात दुनिया में जानने के लिए इजराइल को आशीष करके करेगा, लेकिन मंडली को कैसा है, कलीसिया को कैसा है, स्वर्गीय स्थानों में उठा ले जाने के बाद, तो पहला कलीसिया के साथ करने के बाद होगा, प्रभु इजराइल की ओर मुड़ेगा और इजराइल को पृथ्वी पर आशीष करेगा। ഇനിയും ഇസ്രായേൽ മക്കളെ ഒരു സ്ഥലത്ത് കൂട്ടിവരുത്തി ആത്മാവിനെ പകർന്ന് ദൈവവചനത്തിന്റെ സുഭിക്ഷത കൊടുത്ത് ക്രിസ്തുവിനുള്ള പരിജ്ഞാനം അവരിൽ പകരുമ്പോൾ അവരെന്ത് ചെയ്യും? അവര് അതിന്റെ യെശയ്യാവിന്റെ പുസ്തകം നമ്മളെ 29-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, तो ये सब बातें हो जाने के बाद प्रभु देखो उन लोगों को वचन देगा, उनको सब प्रकार का अकाल से हटाकर वचन भरपूर देगा। भोजन देने के बाद यशायाह का पुस्तक में हम पढ़ते हैं, यशायाह 29 वर्ष 23,
आइज़ाया 29 उसका 23 में जब हम देखते हैं कि वहां पर फिर इजराइल को वहां पर क्या होने वाला है, ആ അവർ എന്റെ നാമത്തെ വിശുദ്ധീകരിക്കും. वो लोग मेरे नाम को, तब वो मेरे नाम को पवित्र मानेंगे. ആണ് ദൈവമാണ് അവരെ വിശുദ്ധീകരിക്കുന്നത്. सबसे पहला परमेश्वर है जो ये इजरायली लोगों को पवित्र किया. അങ്ങനെ വിശുദ്ധീകരിച്ചതിന് അനന്തര ഫലമായിട്ട് അവർ ദൈവത്തെ വിശുദ്ധീകരിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നാമത്തിന് അപമാനം കർത്താവ് പ്രാർത്ഥനയിൽ പഠിപ്പിച്ചതുപോലെ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുമാറാകണമേ, ഞങ്ങൾ നിമിത്തം നിന്റെ നാമം ദുഷിക്കപ്പെടരുത്. അപ്പം അത് സഭ ഇന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മള് ദൈവം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ നാമം നിന്ദിക്കപ്പെടാതിരിക്കേണ്ടത് അന്നാണ് യേശു ഇന്ന് മധ്യസ്ഥനും മഹാപുരോഹിതനുമായി സഭയെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഇസ്രായേൽ ദേശമായിട്ട് അവർ ചെയ്യും. അവർ കർത്താവ് പറയാണ്, അവർ യാക്കോബിനെ പരിശുദ്ധനെ വിശുദ്ധീകരിക്കുകയും ഇസ്രായേലിന്റെ ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യും. तो ये सब बातें हम देखते हैं कि क्या हो रहा है कि उस दिन का अवस्था क्या होगा, तब वो मेरे नाम को पवित्र मानेंगे और इजराइल के परमेश्वर की का नाम को वो लोग भय मानेंगे. तो ये किस विषय में है कि वो लोग इस परमेश्वर का नाम, परमेश्वर ने पहले इजराइल को पवित्र ठहराया, कि पवित्र किया है. ये क्यों किया है? ताकि वो ये सब बातों को देखकर 1000 वर्ष के राज्य में इजराइल के द्वारा परमेश्वर के नाम में कोई भी रीति से परमेश्वर को निंदा ना करने के लिए वो लोग, इस्राएल लोग क्या करेंगे, परमेश्वर का नाम को पवित्र मानेंगे. जिस रीति से प्रभु ने, यीशु ने प्रार्थना करते समय सिखाया था कि मेरा स्वर्गीय पिता, तेरा नाम पवित्र माना जाए और हमारे द्वारा कभी भी आपका नाम निंदित ना हो. यही बात आज कलीसिया भी को हम देखते हैं कि यही कर रहे हैं कि कलीसिया हर एक नया जन्म पाया हुआ विश्वासी लोग कोई भी अपना पवित्र जीवन, मसीह के जीवन के जीने के द्वारा वो लोग अपने आप को समर्पण करके जी रहे हैं. और यीशु मसीह जो हमारे लिए मध्यस्थ कार्य कर रहा है, उस मध्यस्थी की वजह से हम लोग कोई भी परमेश्वर का नाम को निंदा ना करने के लिए हमारे कमजोरी को छुपा रहा है. तो ये एक दिन शारीरिक रीति से इजराइल के जीवन में होने वाला है, जहां पर 1000 वर्ष के राज्य में वो लोग सब एकत्र होकर, जब प्रभु उनको एकत्र करेगा, वो लोग परमेश्वर का नाम को पवित्र मानकर कोई भी रीति से परमेश्वर का नाम को निंदा ना करने का रीति में वो लोग पवित्र जीवन 1000 वर्ष जिएंगे. അപ്പൊ നമ്മള് ഇനിയും പുതിയ നിയമത്തിൽ നമ്മൾ നേരത്തെ വായിച്ചു, അതായത് സ്പിരിറ്റ് ഓഫ് ഇറർ അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്. അപ്പൊ ഈ കാര്യം, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇസ്രായേലിന് ദൈവം ചെയ്യുന്നത് സഭയ്ക്ക് നേരത്തെ ചെയ്തു കഴിഞ്ഞു. ഇനി ഇസ്രായേലിന് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ്? അവിടെ അതിന്റെ 29-24 വാക്യം. तो वहां पर प्रभु, वहां पर हमने शुरुआत में पहला यूहन्ना में हमने पढ़ा था 4:6 में कि सत्य का आत्मा और ब्रह्म की आत्मा का पहचान हमें मिलेगा. ये अवस्था होगा. अब यही रीति से प्रभु जब इस्राएल के जीवन में कार्य करते समय में, वहां पर भी उनको जीवन में भी यही बात होने वाला है. जो हम लोग आइज़ाया का पुस्तक उसका 29 का 24 में पढ़ते समय में 24 पढ़ेंगे. उस समय जिनका मन भटका हो वे बुद्धि प्राप्त करेंगे और जो कुड़कुड़ाते हैं वह शिक्षा ग्रहण करेंगे. നമുക്ക് ആ കർത്താവ് പറയുകയാണ്, ഞാൻ പറഞ്ഞതൊക്കെയും പഠിപ്പിച്ച് ശിഷ്യന്മാരാക്കണമെങ്കിൽ, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കണമെങ്കിൽ, ഒരു നമ്മുടെ മലയാളത്തിൽ മനോവിഭ്രമം ഉള്ളവർ എന്നുള്ള ആ അർത്ഥത്തിലല്ല അവിടെ വായിക്കുന്നത്. നമ്മള് അതിന്റെ ഹിന്ദിയിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അത് मन भटके हुए हैं. ഇറർ. तो वहां पर अंग्रेजी, हिंदी में भी मन के भटके हुए हैं का अवस्था में बोला गया है, बल्कि परंतु अंग्रेजी बाइबल में पढ़ते समय में भरमाने वाला आत्मा से वो लोग मुक्त होकर वो लोग बुद्धि प्राप्त करेंगे. मतलब उस समय में भरमाने वाला आत्मा उस समय में वहां पर नहीं होगा, बल्कि उस अवस्थे से हटकर बुद्धि प्राप्त कर परमेश्वर का उपदेश को सही रीति समझने के लिए, उसका शिक्षण, उसका सारा आज्ञा को ग्रहण करने के लिए प्रभु एक समझ का आत्मा और बुद्धि का आत्मा देगा. അപ്പോൾ അവർക്ക് സ്പിരിറ്റിലാണ് ആത്മാവിന്റെ ജ്ഞാനം കൊടുക്കുന്നത്. സ്പിരിറ്റ് വഴിയാണ് അവർക്ക് ജ്ഞാനം കിട്ടുന്നത്. तो आत्मा के मदद से होगा कि उनको ज्ञान मिलेगा और आत्मा में उनको वो ज्ञान प्राप्त होगा, ताकि वो लोग आत्मिक बातों, सही रीति से आत्मिक बातों को ग्रहण कर सके. അതാണ് നമ്മള് തിരുവചനത്തിൽ വായിക്കുന്നത്. നമുക്ക് ദൈവം ക്രിസ്തുയേശുവിൽ നമുക്ക് തന്നിരിക്കുന്ന ജ്ഞാനം, അല്ലെങ്കിൽ നമുക്ക് ജഡത്തിൽ ജഡജ്ഞാനമുണ്ട്. ആ ജഡജ്ഞാനത്താൽ, അതാണ് ഈ തിരശീല എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ഞാൻ അല്ലെങ്കിൽ ഒരു പർദ്ദ ഇട്ടിരിക്കുന്നു. കാരണം ജഡജ്ഞാനത്താൽ യഹൂദന്മാര് വചനം മനസ്സിലാക്കിയപ്പോഴാണ് ആ പർദ്ദ കടന്നത്. ക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് തിരിയുമ്പോൾ ആ ജഡജ്ഞാനം അല്ലെങ്കിൽ ആ പർദ്ദ കീറിയിട്ട് ദൈവം ആരാണെന്ന് അറിയാനുള്ള ലൈറ്റ് അവർക്ക് ദൈവം കൊടുക്കും. ഇതുപോലെയാണ് നമ്മൾ ജഡജ്ഞാനികളായിരുന്നു. ഈ ജഡജ്ഞാനം ക്രൂശിൽ തകർത്തിട്ട് ക്രിസ്തു ആരാന്ന് അറിയാനുള്ള ആന്തരിക ജ്ഞാനം നമ്മുടെ മനുഷ്യാത്മാവിൽ തന്ന് നമ്മുടെ ഇന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ അതുകൊണ്ടാണ് എഫെസ്യ ലേഖനത്തിൽ വായിക്കുന്നത്, നിങ്ങളുടെ കണ്ണ് തുറന്ന് ദൈവം ആരാണെന്ന് അറിയാനുള്ള
ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവിനെ, അല്ലെങ്കിൽ ആ ആത്മാവ് നമുക്ക് വിവേകം തരികയാണ്. അപ്പോൾ ആ ആത്മാവാണ് നമുക്ക് ഈ തിരുവചനങ്ങൾ മനസ്സിലാക്കി നമുക്ക് ജീവിക്കാനും നമ്മുടെ ജീവിത കാര്യങ്ങൾ, ചട്ടങ്ങളും ക്രമീകരണങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരാനെല്ലാം സഹായിക്കുന്നത് ആത്മാവാണ്. അത് യഹൂദൻ ഇനി വരാൻ പോവുകയാണ്. तो इज़राइल को वहां पर देखो 1000 वर्ष के राज्य में क्या होने वाला है कि ब्रह्म की आत्मा का अवस्था से वो लोग हटकर प्रभु उनको बुद्धि और ज्ञान का आत्मा देगा। उस ज्ञान का आत्मा दिन मिलने के वजह से रहेगा, वो लोग परमेश्वर के सारे उपदेशों को और शिक्षा को वो लोग ग्रहण कर पाएंगे। तो ये आत्मा में करने वाली बातें हैं। परंतु आज इज़राइल का अवस्था क्या है, क्योंकि वो लोग अपना शारीरिक ज्ञान पर और शारीरिक बुद्धि पर समझकर ग्रहण कर वचन को पढ़ते समय में उनको वचन ना समझने का रीति में एक पर्दा उनके जीवन में आ चुका है। क्योंकि शारीरिक मन लेकर वचन पढ़ेंगे तो कभी भी वचन समझ में नहीं आएगा। आत्मा है जो हमें वचन को समझाता है। तो ये आत्मा प्रभु उनको 1000 वर्ष का राज्य में देने वाला है। इसी रीति से देखा जाए तो कलीसिया भी इसी रीति से है ना। मंडली भी पहला कैसे था, वो लोग स्वयं के ज्ञानी थे, शारीरिक रीति से वो लोग बहुत अपने ही मनोअवस्था में वो लोग जीते थे। लेकिन प्रभु ने नया जन्म के द्वारा जब आत्मा दिया, तब हमारे अंदर मसीह के द्वारा वो पर्दा हटकर सचमुच हम लोग वो भेद को सही रीति से प्रभु का वचन को समझ में आया। यही बात पौलुस प्रार्थना करता है एफिसी की पुस्तक में कि हमारा मनों की आंखें खुल जाए और परमेश्वर का सही रीति का सच्चा आत्मिक प्रकाश और प्रकटीकरण का भेद हम समझ जाए। तो ये आज हमारे जीवन में पूरा हो रहा है। लेकिन इज़राइल को ये 1000 वर्ष के राज्य में प्रभु ये ज्ञान देकर आत्मिक बातें वो लोग समझने लगेंगे 1000 वर्ष के राज्य में। അപ്പൊ ഒരു പർദ്ദ കിടക്കുകയാണ്. അതാണ് സത്യത്തിന്റെ ആത്മാവ് ആണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവും. ഞങ്ങളെ ദൈവം പലരായ ഞങ്ങളെ ക്രിസ്തുവിൽ ഏക ശരീരസ്ഥരാക്കിയെന്നും ഞങ്ങൾക്ക് ക്രിസ്തുവിന് ശിരസാണെന്നും ഞങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്തിന്റെ അനുഭവത്തിലാണെന്നും ഞങ്ങളുടെ രാജ്യം സ്വർഗമാണെന്നും ഒക്കെയും നമുക്ക് തിരിച്ചറിയാൻ ഒരു കഴിവ് കിട്ടിയപ്പോൾ ഭൂമിയിലെ വിഷയങ്ങളല്ല സ്വർഗത്തിലെ വിഷയങ്ങളാണ് പറയുന്നത് എന്ന് ഗ്രഹിക്കാത്തവർക്ക് ഇന്നും ഒരു പർദ്ദ കിടക്കുകയാണ്. അവിടെ സ്പിരിറ്റ് ഇററാണ്. അതാണ് പറയുന്നത്. ഞങ്ങൾ ലൗകികമായി സഭയിൽ തന്നെയുള്ളൊരു കാര്യമാണ്. ഈ പർദ്ദ മാറാത്തവർ ലൗകിക കാര്യങ്ങളെ സംസാരിക്കുന്നത് അക്ഷരപ്രകാരം മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 1 യോഹന്നാൻ 4:5 വായിക്കുന്നത്, അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങൾ ദൈവത്തിനുള്ളവരാകിയാൽ, അപ്പൊ ഞങ്ങൾ ദൈവത്തിനുള്ളവരാകുന്നു എന്ന് പറഞ്ഞതിന്റെ വിശദീകരണമാണ് യഹൂദനെ ദൈവത്തിന്റെ ജനമാക്കുന്ന കാര്യം നമ്മൾ ചിന്തിച്ചത്. तो सत्य का आत्मा का खासियत यह है कि सत्य का आत्मा मिलने की वजह से क्या होगा, हमें आत्मिक रीति से प्रभु का वचन का सही ग्रहण करने के लिए पहचान हमको मिलेगा, समझ हमें मिलेगा, जिसके वजह से हम लोग परमेश्वर का वचन को सही रीति से आत्मिक अर्थ से हम लोग समझ सकते हैं। जो अभी इज़राइल में अंधापन होने की वजह से, पर्दा होने की वजह से, वो लोग भ्रम के अवस्था में होने की वजह से वो लोग नहीं पहचान पा रहा वचन का उपदेश को। तो आज मंडली में भी देखा जाए तो आज लोगों को प्रभु ने, जो प्रभु के बच्चे हैं, संतान है, उनको पवित्र आत्मा से भरकर क्यों दिया है, ताकि आत्मिक रीति से आत्मा का सत्य को, वचन का सत्य को लोग समझ सके। परंतु आज वचन में संसार, आज लोगों को, विश्वासी लोगों को या मंडली में जब उन लोगों को वचन बात करते समय में समझ में क्यों नहीं आ पा रहा, क्योंकि वो लोग अभी भी भ्रम के आत्मा में जी रहे। भ्रम के आत्मा की जीने वाले लोगों का अवस्था क्या है, वही हमने पहला यूहन्ना 4:5 में पढ़ा। भ्रम के आत्मा का खासियत है वाक्य 5 में, वे संसार के हैं और इस कारण संसार की बातें बोलते हैं और संसार भी उनका सुनता है। तो भ्रम का आत्मा हमेशा संसार की बातों को लेकर लाकर वो लोग इसमें इस्तेमाल कर, जिसकी वजह से सत्य का आत्मा उनमें नहीं होता। परंतु हम कौन है, हम तो परमेश्वर के हैं। अभी हमने देखा इज़राइल को एक दिन परमेश्वर उनका परमेश्वर बन जाएगा, परमेश्वर उनका खुद के लोग और वो लोग खुद के लोग हो जाएंगे प्रभु के। ये अनुभव इज़राइल को एक दिन 1000 साल में होने वाला है। परंतु आज हमारे जीवन में नया जन्म पाए हुए लोग, हम लोग सब परमेश्वर के हो चुके हैं, परमेश्वर के लोग हो चुके हैं। और जो परमेश्वर के लोग हैं उन लोगों को सत्य का आत्मा मिला है, जिसकी वजह से उन लोग को प्रभु की बातें ग्रहण करने हो पा रहा है। അപ്പൊ നോക്കൂ, അവിടെ സത്യത്തിന്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും ഇതിനാൽ നമുക്കറിയാം. और वहां पर देखो, इस प्रकार हम सत्य की आत्मा और ब्रह्म की आत्मा को पहचान लेते हैं। അപ്പോൾ ദേശത്ത് വസിച്ച് സമാധാനം അനുഭവിച്ച് ദൈവത്തിന്റെ വചനമാകുന്ന ആഹാരം ക്ഷാമം കൂടാതെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ജനം, അവർക്ക് അത് ഭ്രമമുള്ളൊരു ഇറർ സ്പിരിറ്റ് ഇല്ല, അവർക്ക് ശരിയായ സ്പിരിറ്റ് ആണ്. കാരണം ഈ ക്രിസ്തു ദൈവത്തിന്റെ വചനം ആത്മാവിലൂടെ ആ ജ്ഞാനം ഇന്ന് ദൈവത്തിന്റെ ജനത്തിന്, അതാണ് കർത്താവ്, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല,
എന്റെ പിതാവ് എന്നെ തിരുവചനമാകുന്ന വചനം നൽകാൻ, ആഹാരം തരാൻ എന്നെ മുദ്രയിട്ടിരിക്കുന്നു, ഞാൻ അവർക്ക് വചനം കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ യഹൂദന് വരാൻ പോകുന്ന സുഭിക്ഷം ഇന്ന് സഭയ്ക്ക് ഉണ്ട്. സഭയ്ക്ക് യാതൊരു വിധത്തിലുള്ള അല്ലെങ്കിൽ ക്രിസ്തുയേശുവിന്റെ ആത്മാവിലുള്ള ജീവിതത്തിൽ അവരുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ട് ദൈവവുമായി ചേർന്ന് ക്രിസ്തുവുമായി ചേർന്ന് സ്വർഗസ്ഥലങ്ങളിൽ ആക്കപ്പെട്ടിരിക്കുകയാണ്. അവരുടെ അതാണ്, സ്വർഗസ്ഥലങ്ങളിലാണ് നമ്മുടേതായിരിക്കുന്ന സ്ഥാനം. इसके लिए प्रभु ने वहां पर सत्य का आत्मा हमें दिया गया है ताकि सत्य की बातों को हम ग्रहण कर सके। जो हम देखते कि 1000 साल में जब इजरायली लोगों को प्रभु एक ऐसा देश में लेकर आएगा जहां पर अकाल बिल्कुल नहीं रहेगा और प्रभु उनको तृप्त भोजन देगा। उस तृप्त भोजन देते समय में परमेश्वर उनको सत्य का आत्मा भी दिया जाएगा ताकि भरमाने वाला आत्मा के वो लोग का अवस्थे से वो लोग हटकर सत्य को समझ सके, प्रभु का वचन को आत्मिक रीति से समझ सकने का अवस्था इजराइल को होने वाला है, जो आगे चलकर होगा। परंतु आज हम मंडली में देखते हैं कि प्रभु ने मंडली में है वो सत्य काम हमारे जीवन में वो किया है, जिसकी वजह से वो सत्य का आत्मा का कार्य हमको पहचानने के लिए वचन के द्वारा पहचानने हो रहा है। इसलिए यूहन्ना 6 में हम पढ़ते हैं कि प्रभु इस दुनिया में क्यों आया, कि हमें सत्य भोजन देने के लिए आया, नाशवान भोजन देने के लिए नहीं आया है, बल्कि वो सत्य वचन देने, सत्य भोजन देने के लिए आया, जिसके लिए प्रभु अभिषेक के नियुक्त किया गया है। वो वचन देने के लिए प्रभु हमारे जीवन में आया है। അപ്പൊ അവിടെ നമ്മൾ വായിച്ചു, വീണ്ടെടുക്കപ്പെട്ടവരെല്ലാം അല്ലെങ്കിൽ ഇസ്രായേൽ ജനങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരെല്ലാം സന്തോഷിച്ച് അവർ ആനന്ദിക്കും. അപ്പോൾ ഇതുപോലെയാണ്. അപ്പൊ അവർക്ക് ദൈവം അതിൻ്റെതായ ജ്ഞാനം കൊടുക്കും. നമ്മൾ നേരത്തെ കണ്ടു, കുരുടനും ചെകിടനും എല്ലാവരും വചനത്തിൽ നിന്നും ആനന്ദം പ്രാപിച്ച് അവർക്ക് വിവേകം കിട്ടും, കടലിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ. അപ്പൊ അവർക്ക് അത് കൊടുക്കുന്നത് ദൈവം നേരത്തെ നമുക്ക്